ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ പതിവ് പോലെ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ കൊണ്ട് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. വരും നമുക്ക് ഈ ടേസ്റ്റിയായ ചിക്കൻ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഇതിനായി ഞാനൊരു 500 ഗ്രാമോളം ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു അല്പം മാത്രം മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനീഗറും ചേർത്തൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. വിനീഗറിന് പകരം തൈരോ നാരങ്ങ നീരോ കൂടി എടുക്കാവുന്നതാണ്. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒക്കെ നല്ല സോഫ്റ്റ് ആവും. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ശേഷം ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള വളരെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഒരു കടായിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച ശേഷം കുറേശ്ശെയായിട്ട് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബിസ്തൊക്കെ തയ്യാറാക്കില്ലേ, ആ രീതിയിൽ വേണം മുഴുവൻ സവാളയും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നല്ല ബ്രൗൺ കളറായിട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. ഇത് കോരി മാറ്റിയ ശേഷം ഒന്നുകൂടി മുരിഞ്ഞ് വരും. ഞാൻ ബാക്കി സവാളയെല്ലാം 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുത്ത് സവാളയെല്ലാം ഇതുപോലൊരു പ്ലേറ്റിലൊന്ന് പരത്തി വെക്കണം. ചൂടാറിയ ശേഷം കൈകൊണ്ട് ഞെരടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലൊന്നിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൈകൊണ്ട് മെല്ലെ ഒന്ന് ഞെരടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പാകത്തിനൊന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ഓയിലിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റാം. ഇനി ബാക്കി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ഓയിൽ യൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചതച്ച് വെച്ച് ഇഞ്ചിയും കൂടി ചേർക്കാം. ഇതിൽ വെളുത്തുള്ളിയുടെ അളവാണ് കൂടുതൽ വേണ്ടത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രം എടുത്താൽ മതി. കൂടെ ഇതിലോട്ട് 2 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ലോയിലാക്കി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ചൂട് കൂടുതലാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വേണമെങ്കിലും ഇടാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നോർമൽ എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. നമ്മൾ പൊടികളെല്ലാം നന്നായി റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുന്നുണ്ട്. 2 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടി നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ച് വെച്ച് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം. അതിന് മുന്നോടിയായി ഞാനൊരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് പേസ്റ്റ് പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈ സമയത്ത് ഫ്ലെയിം ഹൈയിൽ വെച്ചാൽ മതി. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നോളും. നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ലോയിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ചിക്കൻ നന്നായി വെന്ത് കിട്ടിക്കോളും. ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഈ വെള്ളമൊക്കെ വറ്റിപ്പോവും, ചിക്കൻ വേവുകയില്ല. ഇനി ചിക്കൻ പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച സവാളയില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ചിക്കനിൽ അത്ര വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ സവാളയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിക്കോളും. ഇനി സവാളയും ചേർത്ത് ചിക്കനിൽ നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ ഇങ്ങനെ ആക്കിയ മസാലയൊന്നും കൂടുതലായിട്ടുള്ള പോലെ തോന്നില്ല. പക്ഷേ ചിക്കനിലൊക്കെ നന്നായി മസാല പുരണ്ടി ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് പൊറാട്ടയുടെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണേ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പുരണ്ടിരിപ്പുണ്ടാവുക. ഇനി ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതും കൂടി ഒന്ന് ചേർത്തെടുക്കാം. ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളടുത്ത് സെപ്പറേറ്റ് ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിഞ്ഞ് കിട്ടുന്നതിനായിട്ടാണ് രണ്ടും കൂടി ചേർത്ത് പൊടിച്ചെടുത്തത്. ജീരകപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും സെപ്പറേറ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ചുക്ക റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ചിക്കൻ ചുക്ക ഒരു കേരള ഡിഷ് അല്ലെങ്കിലും കേരളക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അവസാനമായി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്